ഫസ്റ്റ് വൺ വരുന്നത് പാർട്ടി വെയർ അടക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക് ആണ്. ഫ്രണ്ട് പോർഷനിൽ പിൻഡക് ഡിസൈനും നല്ല ഫിനിഷിംഗ് ഉള്ള ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ വരുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് പിൻഡക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് കാണാനായിട്ട്. നല്ല അടുക്കി ചെയ്തേക്കുന്ന പിൻഡക്ക്. പിന്നെ ബോർഡറിൽ നല്ലൊരു ലേസ് വർക്കിൻ്റെ പാറ്റേൺ, ക്രോഷ്യയുടെ ലേസ് വർക്ക് സെൻറ്ററിലും ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ ചെയ്തേക്കുന്നത്. കളേഴ്സും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ടാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാണ്. ഇതിൻ്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ഫാബ്രിക് തന്നെ. അതിലും ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. താഴെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണേൽ ഇടാൻ പറ്റും. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, സെയിം കളർ തന്നെ. നമ്പർ Y419, റേറ്റ് 1360 1360. രണ്ട് വരുന്നത് ഒരു ഡാർക്കർ ഗ്രീൻ ഒക്കെ കൂടിയിട്ടുള്ള ഷെയ്ഡാട്ടോ. ഭയങ്കര ഓവർ ഗ്രീൻ അല്ല, എന്നാലും നല്ല ഗ്രീൻ തന്നെയാണ്. മെയിനായിട്ട് ഗ്രീൻ്റെ കൂടെ എപ്പോഴും പീച്ചിൻ്റെ കോമ്പിനേഷൻ നല്ല എടുപ്പാട്ടോ. പീച്ചും പിങ്കും വൈറ്റും എല്ലാം ചേർത്ത കോമ്പിനേഷനാണ് ഹാൻഡ് വർക്കിന് കൊടുത്തേക്കുന്നത്. അത് നല്ല തിക്കായിട്ടാട്ടോ. ബുള്ളിയൻ ഷുവേഴ്സ് ഒക്കെ നല്ല തിക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ബോർഡറിലെ വർക്ക് വരുന്നത്. മൊത്തത്തിൽ കാണാൻ ഒരു വെറൈറ്റി ലുക്കുള്ളൊരു സെറ്റാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, നമ്പർ Y421, റേറ്റ് 1360. ഇത് നല്ല വെറൈറ്റി കളറാട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ അല്ല, കുറച്ച് ഓറഞ്ച് കൂടെ ചേർത്തുള്ളൊരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാട്ടോ. അതിൻ്റെ വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. കട്ട് ബീഡ്സും ഉണ്ട് കേട്ടോ. അതായത് ത്രെഡിൻ്റെ ഡിസൈനും കട്ട് ബീഡ്സ്, ആ ഒരു ബീഡ്സും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വർക്ക് പോയിരിക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്. ടോപ്പിനും ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. താഴെ ടാസിൽസും ഉണ്ട്. ഇത് എങ്ങനെ വേണം ഇടുക കേട്ടോ. രണ്ട് സൈഡിലോ തലയിലോ ഒക്കെ ഇട്ടാലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ചെയ്ത് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ Y420, റേറ്റ് 1360.